ശ്രീമദ് നാരായണീയം ദശകം 21 ശ്ലോകം 7. ഇനി ഉത്തരകുരുവർഷത്തിൽ ഭൂമിദേവി ഭഗവാനെ വരാഹമൂർത്തിയുടെ രൂപത്തിൽ പൂജിക്കുന്നു. സ്വയംഭുവ മനു സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, ഭൂമിയെ കാണാതായതും ബ്രഹ്മാവിനോട് മനു സങ്കടം പറഞ്ഞതും എല്ലാവരും കൂടി ഭഗവാനോട് രക്ഷിക്കണം എന്നപേക്ഷിച്ചതും ബ്രഹ്മാവിൻ്റെ മൂക്കിൻ തുമ്പിൽ നിന്നും കുഞ്ഞു വരാഹക്കുട്ടിയായിട്ട് ഭഗവാൻ പുറത്തേക്ക് ചാടി അനുനിമിഷം വളർന്നു മേഘങ്ങളെ തൊടുന്നത്ര ഉയരത്തിലായി സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി. അങ്ങനെ രസാതലത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭൂമിദേവിയെ പൊക്കിയെടുത്ത് രക്ഷിച്ചു. എങ്ങനെയാണ് മേൽപ്പത്തൂരെന്ന് വർണ്ണിച്ചത്? വരാഹമൂർത്തിയുടെ അതിഭയങ്കരമായിട്ടുള്ള മൂക്കിൻ്റെ തുമ്പത്ത് ഭൂമിദേവി ഒരു കൊച്ചു മുത്തങ്ങ പോലെ ആയിരുന്നു. ഇളക്കി മറിയുന്ന സമുദ്രത്തിൽ നിന്നും ഭഗവാൻ അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ മനോഹരമായിട്ടുള്ള ചിത്രമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ വരാഹാവതാരത്തിൽ മുൻപ് 12ാമത്തെ ദശകത്തിൽ. ഈ ശ്ലോകത്തിൽ പറയുന്നു, ഹിരണ്മയ വർഷത്തിൻ്റെ വടക്കുള്ള ഉത്തരകുരുവർഷം ഭഗവാന്റെ പ്രിയതമയായിട്ടുള്ള ഭൂമിദേവി സ്തോത്രങ്ങൾ കൊണ്ടും സ്തുതികൾ കൊണ്ടും ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു. മേഘങ്ങളെ ഉരസത്തക്കവണ്ണം ഛിന്ന ഭിന്നമാക്കത്തക്കവണ്ണം അത്ര വലിയ ശരീരമുള്ള ആ ഭഗവാൻ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ ഉപാസനാമൂർത്തി. എപ്പോഴും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വിജ്ഞാനികളാണ്, പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. അവരുടെ പോലെ എനിക്കും സ്തുതിക്കാൻ സാധിക്കണേ, എൻ്റെ രോഗമൊക്കെ മാറ്റണേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നത്. ശ്ലോകം: കിം ച ഉത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്ര ഘൃഷ്ട ഘന പൃഷ്ട ഗരിഷ്ഠവർഷ്മ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. അർത്ഥം അന്വയം: കിഞ്ച ഉത്തരേഷു കുരുഷു പ്രിയയാധരണ്യ. അങ്ങനെ വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ, വിജ്ഞന്മാരാൽ നുത സ്തുതിക്കപ്പെടുന്ന, അറിവുള്ളവരാൽ കീർത്തിക്കപ്പെടുന്ന യജ്ഞവരാഹമൂർത്തേ, യജ്ഞവരാഹം എന്ന വരാഹമൂർത്തേ. ഭഗവാനെ കിഞ്ച, ഈ പറഞ്ഞത് മാത്രമല്ല ഇനിയും ഉണ്ടല്ലോ. ഉത്തരേഷു കുരുഷു, ഉത്തരകുരു എന്ന് പറയുന്ന രാജ്യത്തിൽ, ആ ഭൂഖണ്ഡത്തിൽ പ്രിയയാധരിണ്യ, അവിടെ സ്തുതിക്കുന്ന ആൾ ഭഗവാന്റെ തന്നെ പ്രിയതമയായിട്ടുള്ള ധരണി ദേവിയാണ്, ഭൂമിയാണ്. മഹിത മന്ത്രനുതി പ്രഭേദൈ, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള മന്ത്രങ്ങളാലും സ്തുതികളാലും ആണ്, വിവിധമായിട്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ദേവി ഭഗവാനെ സ്തുതിക്കുന്നു. സംസേവിത, സേവിക്കപ്പെടുന്നു. ദംഷ്ട്രാഗ്ര ഘൃഷ്ട ഘന പൃഷ്ടഗരിഷ്ഠവർഷ്മ. ദംഷ്ട്ര തേറ്റ, തേറ്റയുടെ അഗ്രം കൊണ്ട് അങ്ങനെ ഉയർന്നു പോയപ്പോൾ മുകൾ ഭാഗത്തുള്ള മേഘങ്ങളെ സ്പർശിച്ചു. മേഘക്കൂട്ടങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഘൃഷ്ടം എന്ന് പറഞ്ഞാൽ ഉരയ്ക്കപ്പെടുന്ന, ഉരസുന്ന മേഘത്തിൻ്റെ ഘനം മേഘം. പൃഷ്ടഗരിഷ്ഠ, ആ വലിയ ശരീരത്തോട് കൂടിയിട്ടുള്ള ഭഗവാൻ. ത്വം പാഹി, അങ്ങ് എന്നെയും രക്ഷിക്കണേ. ഇതുവരെ ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നായിരുന്നു. ഇവിടെ എന്നെ രക്ഷിക്കണേ ഭഗവാനെ. അവർക്കൊക്കെ സ്തുതിക്കാനുള്ള ശക്തി ഉണ്ടല്ലോ, എനിക്കതില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആ ശക്തി തരണം, എൻ്റെ രോഗം മാറ്റണേ എന്നുകൂടി ഇവിടെ പ്രാർത്ഥന ഉണ്ട്. ചില വാക്കുകൾ സംശയമുണ്ടെങ്കിൽ പറയാം. ഘൃഷ്ടം എന്ന് പറഞ്ഞാൽ ഉരഞ്ഞു, ഉരസി. ഘനപൃഷ്ടം, വലിയ കാർമേഘത്തിൻ്റെ സമൂഹം. ഗരിഷ്ഠം, വളരെ ശ്രേഷ്ഠമായ വർഷ്മ എന്ന് പറഞ്ഞാൽ ശരീരം, കൂറ്റൻ ശരീരം എന്നൊക്കെയാണ് വാക്കുകളുടെ അർത്ഥം. പിന്നെ യജ്ഞവരാഹമൂർത്തി എന്ന് പറയാൻ കാരണം നമ്മൾ അന്ന് പറഞ്ഞത് തന്നെയാണ്. ഭഗവാന്റെ ഓരോ അവയവങ്ങളും യജ്ഞത്തിനും യാഗത്തിനും ഉള്ള സാമഗ്രികളാണ്. അതുകൊണ്ട് യജ്ഞവരാഹമൂർത്തിയായിട്ടാണ് ഈ അവതാരത്തിനെ വിശേഷിപ്പിക്കുന്നത്.
ഉത്തര ഭൂഖണ്ഡത്തിൽ ഭഗവാന്റെ പ്രിയതമയായ ഭൂമിദേവിയാൽ വിവിധങ്ങളായിട്ടുള്ള മന്ത്രം കൊണ്ടും സ്തോത്രങ്ങൾ കൊണ്ടും വേണ്ടതുപോലെ പൂജിക്കപ്പെടുന്നവനും തേറ്റയുടെ അറ്റം കൊണ്ട് മേഘപാളികളെ ഉരയ്ക്കുന്നവനും ആയ അത്രയേറെ വലിയ ശരീരത്തോടു കൂടിയവനും ഗരിഷ്ഠവർഷ്മ ആയ ഭഗവാനെ അവിടുന്ന് എന്നെയും രക്ഷിക്കണേ എന്നാണ് ശ്ലോകം ഒന്നും കൂടി നോക്കാം. കിഞ്ച ഉത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതിപ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. അടുത്ത 2 ശ്ലോകങ്ങൾ കൊണ്ടുകൂടിയായ 9 ഭൂഖണ്ഡങ്ങളെയും പറഞ്ഞു കഴിയും.